നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സണായി മുതിർന്ന കോൺഗ്രസ് നേതാവ് പത്മിനി ഗോപിനാഥ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. എതിർ സ്ഥാനാർത്ഥിയായ CPM അംഗം സ്വപ്ന ടീച്ചറെ പരാജയപ്പെടുത്തിയാണ് പത്മിനി ഗോപിനാഥ് നഗരസഭയുടെ അമരത്തെത്തുന്നത്. മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി കുമ്മഞ്ചേരി ഷൌക്കത്ത് അലിയാണ് വൈസ് ചെയർമാൻ. 36 അംഗ ഭരണസമിതിയിൽ നടന്ന വോട്ടെടുപ്പിൽ 28 വോട്ടുകൾ നേടിയാണ് പത്മിനി ഗോപിനാഥ് വിജയിച്ചത്. LDF സ്ഥാനാർത്ഥി സ്വപ്ന ടീച്ചർക്ക് 7 വോട്ടുകൾ ലഭിച്ചു. BJP അംഗം MK വിജയനാരായണൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ജില്ലാ പ്ലാനിംഗ് ഓഫീസർ TV ഷാജു വരണാധികാരിയായിരുന്നു. വിജയത്തിന് പിന്നാലെ UDF അംഗങ്ങൾ ഹാരങ്ങളും ഷാളുകളുമായി ആഹ്ലാദാരവങ്ങളോടെയാണ് പത്മിനി ഗോപിനാഥിനെ ചെയർപേഴ്സൺ സീറ്റിലേക്ക് ആനയിച്ചത്. ജനഹിതം മാനിച്ച് അഴിമതിരഹിത ഭരണം ഉറപ്പാക്കുമെന്ന് ചുമതലയേറ്റ ശേഷം പത്മിനി ഗോപിനാഥ് പറഞ്ഞു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ്, കംഫർട്ട് സ്റ്റേഷൻ എന്നിവ ഉടൻ തുറന്നു കൊടുക്കുമെന്നും തടസ്സപ്പെട്ട വികസന പദ്ധതികൾ വേഗത്തിലാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട പത്മിനി ഗോപിനാഥ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നഗരസഭയുടെ അധ്യക്ഷസ്ഥാനത്ത് പത്മിനി ഗോപിനാഥിന്റെ രണ്ടാം ഊഴമാണിത്. 2015 മുതൽ 2020 വരെ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന കാലയളവിലാണ് നിലവിലെ നഗരസഭാ മന്ദിരം നിർമ്മിച്ചത്. മുൻപ് നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം, ജില്ലാ കൗൺസിൽ അംഗം എന്നീ നിലകളിലും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ സീറ്റൊന്നുമില്ലാതിരുന്ന മുസ്ലിം ലീഗിനെ 7 സീറ്റുകളിലേക്ക് നയിച്ച നാണിക്കുട്ടി എന്നറിയപ്പെടുന്ന കുമ്മഞ്ചേരി ഷൌക്കത്ത് അലിയെ പാർട്ടി നൽകിയ അംഗീകാരമായാണ് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. 36 അംഗ നഗരസഭയിൽ UDFന് 28 അംഗങ്ങളുണ്ട്. LDFന് 7 അംഗങ്ങളും NDAക്ക് 1 അംഗവുമാണ് ഉള്ളത്. ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണിത്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.